ജൂബിലി ആഘോഷം തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനും ഉദ്ഘാടന പ്രസംഗത്തിനുമായി ഹോണറബിൾ ജസ്റ്റിസ് മേരി ജോസഫിനെയും തിരിതെളിയിക്കുന്നതിനായി വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന വെരി റവറൻ ഫാദർ ഡോക്ടർ വർഗീസ് പൊട്ടിക്കൽ, പ്രോട്ടോസിൻസിലസ് എറണാകുളം, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മാർ തോമസ് ചക്യാത്ത്, ഓക്സിലിയറി ബിഷപ്പ് എമിറിറ്റസ് എറണാകുളം അങ്കമാലി, വേദിയിലിരിക്കുന്ന വെരി റവറൻ ഫാദർ ജോസ് എടശ്ശേരി, ഫാദർ ജിമ്മി ജോർജ്, ഫാദർ സെബാസ്റ്റ്യൻ കളപ്പുരയ്ക്കൽ, ഫാദർ ജോസ് എടശ്ശേരി, മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന ഈ നൈപുണ്യ സോഷ്യൽ സർവീസസിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, ഇന്ന് ഈ നൈപുണ്യ സോഷ്യൽ സർവീസസ് എന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഇന്ന് വളർന്ന് പന്തലിച്ച് 25 വർഷം പിന്നിട്ട് നിൽക്കുകയാണ്. 50 തൊഴിലാളികളിൽ തുടങ്ങി 50 അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനം തുടക്കം കുറിച്ച മഹത് വ്യക്തിത്വങ്ങൾ ഇന്ന് വേദിയിലുണ്ട്. ഫാദർ സെബാസ്റ്റ്യൻ കളപ്പുരയ്ക്കൽ, ബിഷപ്പ് മാർ തോമസ് ചക്യാത്ത് എന്നിവരുടെ മനസ്സിൽ ഉദിച്ച വലിയൊരു ആശയം പ്രവൃത്തി പദത്തിലേക്ക് എത്തിച്ചതിൻ്റെ 25-ാം വാർഷികമാണ് ഇന്ന്. അതിൻ്റെ സമാപനമാണ് ഇന്നിവിടെ കൊണ്ടാടുന്നത്. 50 തൊഴിലാളികളിൽ തുടങ്ങിയിട്ട് 900 തൊഴിലാളികളിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ മഹോന്നതമായ വളർച്ച അനുഭവിച്ചവരും നോക്കി നിന്ന് കണ്ടവരുമൊക്കെയാണ് നിങ്ങളൊക്കെ. ഞാനും ഏറെക്കുറെ ഈ നൈപുണ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗഭാക്കുകളായിട്ടുള്ള ആളുകൾ വിവിധ സ്ഥാപനങ്ങളിൽ അവരുടെ പ്രവൃത്തി കാഴ്ചവെക്കുന്നത് കണ്ടറിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ഇതിൻ്റെ പ്രവർത്തകർ വളരെ ഭംഗിയായിട്ടും സത്യസന്ധമായും പ്രവൃത്തി ചെയ്യുന്നത് കണ്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇത്രയും സമുന്നതമായ രീതിയിൽ വളർന്നു പന്തലിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ നിസ്വാർത്ഥ സേവനം, വൈദിക ശ്രേഷ്ഠർ തുടങ്ങി വെച്ച് നിസ്വാർത്ഥമായ സേവനം ആ ഒരു ലീഡർഷിപ്പിൽ തുടങ്ങി വെച്ച പദ്ധതി ആയതുകൊണ്ടാണ് ഇതിന്നിങ്ങനെ വളരെ നല്ല രീതിയിൽ എല്ലാ തലങ്ങളിലും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വളരുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, വളരെയേറെ പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ള വളരെയേറെ വലിയ പ്രസ്ഥാനങ്ങളുണ്ട്, എക്കണോമിക് ലെവലിലെല്ലാം വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങളെല്ലാം നല്ല രീതിയിൽ നിസ്വാർത്ഥമായി പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രം എത്ര മുൻപന്തിയിലോട്ട് പോകുമെന്നുള്ളത്. അതൊട്ട് ഇന്നൊട്ട് വളരെയധികം മേഖലകളിൽ ഇത് കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് മഴക്കാലം തുടങ്ങിയപ്പോൾ നമുക്കറിയാം, നമ്മൾ റോഡുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ റോഡിലും കുണ്ടും കുഴിയാണ്. ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നടുവൊടിയുമ്പോഴാണ് നമ്മളിതെല്ലാം ശ്രദ്ധിക്കുന്നത്. ഈ പ്രസ്ഥാനങ്ങളെല്ലാം നല്ല രീതിയിൽ സാമ്പത്തികമായി അവരുടെ കൈവശമുള്ളത് നല്ല രീതിയിൽ വിനിയോഗം ചെയ്യുകയാണെങ്കിൽ
നമ്മുടെ നാട് എത്ര സുന്ദരമായിരുന്നു. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, ഞാൻ പോയിട്ടില്ല, പോയി കണ്ടറിഞ്ഞ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ഒരു വസ്തുത അവിടുത്തെ വൃത്തിയും വളരെ ഭംഗിയായ സാഹചര്യങ്ങളുമാണെന്ന്. നമ്മുടെ നാട് എത്ര മനോഹരമായ നാടാണ് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമെന്ന് പറയുന്ന കേരളത്തിൽ നമുക്കറിയാം, ഏത് ദിക്കിൽ പോയാലും എന്തും കുറവും കുറ്റവും മാത്രം കാണാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് സ്വാർത്ഥപരമായ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിസ്വാർത്ഥമായ സേവനം ഓരോ വ്യക്തിയും കാഴ്ചവെക്കുകയാണെങ്കിൽ രാഷ്ട്രം സമുന്നതമായി തീരും. സ്ത്രീകൾ നമ്മൾ ഒട്ടേറെ തലങ്ങളിൽ കേൾക്കുന്ന ഒരു വസ്തുതയാണ്, കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടറിയുന്നതാണ് സ്ത്രീ ശാക്തീകരണം. പക്ഷേ ഈ സ്ത്രീ ശാക്തീകരണം എവിടെ ചെന്ന് നിൽക്കുന്നു? ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ സമൂഹ മാധ്യമങ്ങളിൽ കരിതേക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് ഈ സ്ത്രീ ശാക്തീകരണം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ ശക്തിപ്പെടുത്തുന്നതിലുപരി അവരെ തളർത്തുന്നതിലാണ് ഇന്ന് സമൂഹത്തിന് ഏറെ താല്പര്യം. പക്ഷേ ഇന്ന് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്ന ഈ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ മഹോന്നതമായ പ്രസ്ഥാനം, നിസ്വാർത്ഥരായ വൈദിക ശ്രേഷ്ഠർ അതിനുവേണ്ടി കഠിനമായ സേവനം ചെയ്തുകൊണ്ട് തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനം 25 വർഷം പിന്നിടുമ്പോൾ അതുണ്ടാക്കിയ സമുന്നതി അഭിവൃദ്ധി ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ ബഹുത്തായ ജനസഞ്ചയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സ്ത്രീകളെ വളർത്തിയെടുക്കാനും കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കുടുംബത്തിലൊരു ഉപജീവന മാർഗം കണ്ടെത്താൻ അവരെ പരിശ്രമിപ്പിക്കുന്ന ഈ പ്രസ്ഥാനം 25 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തല ഉയർത്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ തേരാളിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അഭിമാനത്തോടു കൂടി നിൽക്കാനായിട്ട് സാധിക്കും. ഇനിയും ഇത് നീണ്ട പ്രവൃത്തി പരിചയത്തോടെ, പ്രവൃത്തി സമൃദ്ധിയോടുകൂടി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനുള്ള ശക്തി ഇതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചവർക്കും പണ്ട് തുടങ്ങി വയ്ക്കാൻ ശ്രമിച്ചവർക്കും ഇപ്പോൾ അതിനെ സമുന്നതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ വ്യക്തിക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും ശക്തിയും ധാരാളമായി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പ്രവർത്തിക്കുന്നവർ നല്ല രീതിയിലാണ് അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അതിൻ്റെ തുടക്കക്കാരും അത് മുന്നോട്ട് നയിക്കുന്നവരുടെയും കാര്യപ്രാപ്തി തന്നെയാണെന്ന് ഞാൻ പറയുകയാണ്. അത് നിസ്വാർത്ഥമായി സേവനം നല്ല രീതിയിൽ, അതായത് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ പൂർണ്ണതയോടുകൂടി ചെയ്യുക, അതാണ് അതിൻ്റെ ആവശ്യം. ആ പൂർണ്ണതയോടുകൂടി ചെയ്യാനായിട്ട് ഈ പദ്ധതിയിൽ ഓരോ അംഗങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും കണ്ടറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് നിരവധിയായ സ്ഥാപനങ്ങളിൽ ഈ സേവനം എത്തിപ്പെടുകയാണ്. ഈ സേവനം എത്തിപ്പെടുന്നതുകൊണ്ടാണ് നമുക്കറിയാം, ഹൈജീനിക്കായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരുപാട് രോഗങ്ങളാണ്. മഴക്കാലം തുടങ്ങിയിട്ട് പനി മാറി എത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. ഞാൻ ഡെയിലി പള്ളി പോകുമ്പോൾ കാണുന്നതാണ്, ഞങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ വേസ്റ്റ് എടുക്കാനായിട്ട് ആൾ വരും. 200 രൂപ മാസം കൊടുത്താൽ മതി. പക്ഷേ പള്ളിയിൽ പോകുമ്പോൾ ചില ഏരിയയിലെത്തുമ്പോൾ മൂക്ക് പൊത്താതെ നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ മണം വരുന്നതെന്ന് നോക്കുമ്പോൾ കാണുന്നത് കവറിൽ വേസ്റ്റ് കെട്ടിയിട്ടിരിക്കുകയാണ്. കവറിൽ വേസ്റ്റ് നല്ല ഭദ്രമായിട്ട് നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ഭദ്രമായി കെട്ടിയിട്ടിട്ട് ഒരു വിജനമായ പറമ്പിലേക്ക് എറിഞ്ഞിരിക്കുകയാണ്. ആ വേസ്റ്റ് ദ്രവിച്ചു പോകാൻ വരെ സാഹചര്യമില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ ഒരുപാടാണിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ, അതായത് പൈസ മുടക്കാൻ കഴിയില്ല, നമ്മുടെ വീടും പരിസരവും നന്നായിരിക്കണം, പുറത്തേക്ക് പോകട്ടെ, വലിച്ചെറിയുകയാണ് വേസ്റ്റ്. അതിൽ നിന്ന് നമ്മൾ തന്നെ രോഗാതുരരായി മാറുകയാണ്. അതുപോലെ നമുക്കറിയാം, സിനിമാ തിയേറ്ററുകളിൽ പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, വളരെ ഭംഗിയിലും നീറ്റായിട്ടും ഡ്രസ്സ് ചെയ്ത് വരുന്നവർ ആ ഒരു പബ്ലിക് ടോയ്ലറ്റ് സർവീസ് അവൈൽ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ ഡ്രസ്സൊക്കെ കണ്ടാൽ വളരെ മഹത്തരമാണ്, പക്ഷെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ വെള്ളം ഒഴിക്കില്ല. അപ്പം അതാണ് ഞാൻ പറയുന്നത്, വൃത്തി എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും അനിവാര്യമായ വസ്തുതയാണ്.
വൃത്തിയുണ്ടെങ്കിലേ ഹൈജീൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൈജീൻ ഉണ്ടാവണമെങ്കിൽ അതിനായിട്ട് ശ്രമിക്കണം, നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിനെ മലിനസമാക്കാതെ മുന്നോട്ട് പോകണം. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു പ്രസ്ഥാനം. അതിൽ എന്തെന്നാ പറയണം, അവർക്ക് പ്രവൃത്തി പരിചയം കൊടുത്തിട്ട്, അവരെ അതിലേക്ക് ശിക്ഷണം കൊടുത്തിട്ട് നല്ല രീതിയിൽ പുറത്തേക്ക് ഇറക്കി വിടുന്നതുകൊണ്ട് അവർ ചെയ്യുന്ന ജോലികളെല്ലാം വളരെ മഹോന്നതരം തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിന് അങ്ങനെയുള്ള ഹൈജീൻ ഡെവലപ്മെൻറ്റിലൊക്കെ കാരണക്കാരാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഉണ്ട്, എന്തും നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന, ഞാൻ ഭരണഘടനയെക്കുറിച്ച് 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. ഞാൻ പ്രവർത്തിച്ചത് ജുഡീഷ്യറിയിലാണെന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഭരണഘടനയെക്കുറിച്ച് 2 വാക്ക് പറയുകയാണ്. ഇക്വാലിറ്റി കുറിച്ച് ഊന്നൽ കൊടുക്കുന്ന ഒരു ഭരണഘടന വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തപ്പോഴും മുൻവിധിയോടുകൂടി മുന്നോട്ട് നോക്കി കണ്ടുകൊണ്ട് ആളുകൾ, അതിൻ്റെ സംഘാടകർ ഉണ്ടാക്കി വെച്ച ഒരു ഭരണഘടന. എല്ലാ രാഷ്ട്രങ്ങളെയും ഭരണഘടനയുടെ നല്ല തത്വങ്ങൾ സാംശീകരിച്ചുകൊണ്ട് ലിഖിത രൂപത്തിൽ എഴുതിയ ഒരു ഭരണഘടന. 75-76 വർഷം പിന്നിട്ട് വരുമ്പോഴും നമുക്കറിയാം ഇക്വാലിറ്റി എവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് നമുക്ക് സംസാരിക്കാനും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഊന്നൽ കൊടുക്കുന്ന ഭരണഘടനയിൽ ആ അർഹത എല്ലാവർക്കുമുണ്ട്, ആ അവകാശം എല്ലാവർക്കുമുണ്ടെന്ന് മനസ്സിലാക്കാതെ ചിലരെ എല്ലാം ദ്വേഷിക്കാനായിട്ട് ആ റൈറ്റ് ടു ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉപയോഗിക്കുന്ന എത്രയോ മനുഷ്യരെ നമുക്കിന്ന് ലോകത്തിൽ കാണാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയിൽ ജീവിക്കാനുള്ള അവകാശം ഉറപ്പ് തരുന്നുണ്ട്. ഇത് എല്ലാവർക്കും ബാധകമാണ്, ജീവിക്കാനുള്ള അവകാശം, അല്ലാണ്ട് ഒരു സെലക്റ്റഡ് വ്യക്തികൾക്ക് മാത്രമുള്ളതല്ല. അപ്പം ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ചിന്, അത് നമുക്ക് ആശയങ്ങൾ വെളിപ്പെടുത്താനും എല്ലാമുള്ള അവകാശമുള്ള ഭരണഘടന നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ നാട്ടിൽ നമുക്കറിയാം ഇന്ന് എത്രത്തോളം അത് ഇക്വാലിറ്റി നിലനിൽക്കുന്ന ഈ രാഷ്ട്രത്തിൽ എത്രത്തോളം അതിനെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും വേണം അത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ടും അത് ശക്തമായിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് വന്നുകൊണ്ട് ഇതൊക്കെ പ്രവൃത്തി പരിചയത്തിൽ, ഇതിനൊക്കെ പ്രതികരിക്കാനും പ്രവൃത്തി പരിചയത്തിലേക്ക് കൊണ്ടുവരാനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ പ്രസ്ഥാനത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും ഒന്നുകൂടി ശക്തമായിട്ട് പറയുകയാണ്. ഇത് നല്ല രീതിയിൽ വളർന്നു വരട്ടെ, നല്ല രീതിയിൽ ജനത്തിന് ഉപകാരപ്പെടുന്ന വളരെ വലിയൊരു പ്രസ്ഥാനമായിട്ട് നൂറ്റാണ്ടുകൾ അവശേഷിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഇതിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ മുൻനിരയിലേക്ക് എത്തിക്കാനായിട്ട് ഇതിൻ്റെ ഭാഗഭാക്കുകളായി നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം പൂർണ്ണമായി ഈ ജൂബിലി സമാപന ദിനത്തിൽ ഞാൻ നേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ജൂബിലിയുടെ മഹത്തായ ആശംസകളും ഇനിയും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനുള്ള എല്ലാ കഴിവുകളും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒപ്പം ഞാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.